ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മില്ലറ്റ് കബാബാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹിൽസ് നാച്ചുറലിൻ്റെ ബർണിയാഡ് മില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഈ മില്ലറ്റ് ആദ്യം തന്നെ നമ്മളൊന്ന് കുതിർത്തി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മില്ലറ്റ് നന്നായിട്ട് കഴുകി ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് മില്ലറ്റ് വേവിച്ചെടുക്കാം. കുറച്ച് ബേബി പൊട്ടറ്റോസും കൂടെ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു ക്യാരറ്റ്, ഒരു സവോള, കുറച്ച് മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയേ. ഇനി ഈ ഒരു ചോപ്പ് ചെയ്ത മല്ലിയിലയും ക്യാരറ്റും സവോളയും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് പനീർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ആ ഒരു മില്ലറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മില്ലറ്റ് നന്നായിട്ട് വേവിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹിൽസ് നാച്ചുറലിൻ്റെ പ്രൊഡക്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ, കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇനി ഇതെല്ലാം കൂടെ ബൈൻഡായി കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ കബാബിൻ്റെ സ്റ്റിക്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ നല്ല കട്ടിയുള്ള പുതിയ ഈർക്കിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അതാണെങ്കിലും മതി. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് മൊരിയിച്ചെടുക്കണേ. ഈ ഒരു മെത്തേഡിൽ എയർ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതും അടിപൊളിയാണ്.